എൻ്റെ വായനാനുഭവങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കെല്ലാം സുപരിചിതനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ അച്യുത് ശങ്കർ എസ് നായർ. കേരള സർവകലാശാലയുടെ കമ്പ്യൂട്ടേഷൻ ബയോളജി ആൻഡ് ബയോ ഇൻഫർമാറ്റിക്സ് വിഭാഗത്തിൻ്റെ മേധാവി എന്ന നിലയിലും പ്രഗത്ഭനായ ഒരു അധ്യാപകൻ എന്ന നിലയിലും മാത്രമല്ല മലയാളത്തിന് അദ്ദേഹം സുപരിചിതനായുള്ളത്. ഒരു പ്രഭാഷകൻ, എഴുത്തുകാരൻ, പാണ്ഡിത്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇടപെടുന്ന ഒരാൾ എന്നൊക്കെ നാം അച്യുത് ശങ്കറിനെ കാണുന്നു. ഡോക്ടർ അച്യുത് ശങ്കർ ഒരു നോവലിസ്റ്റ് കൂടിയാണ്. അല്പകാലം മുമ്പ് എഴുതിയ ഒരു നോവലാണ്. നോവലിൻ്റെ പേര് തരിപ്പ് എന്നാണ്. വഞ്ചിയൂരിൻ്റെ ചരിത്രം അന്വേഷിച്ച് പോകവേ അദ്ദേഹം കണ്ടെത്തിയ ഒന്നാണ് 1836 തിരുവനന്തപുരത്ത് ആരംഭിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയത്തിൻ്റെ ഹാജര് പുസ്തകം. ആ ഹാജര് പുസ്തകത്തിൽ ഒരു കുട്ടിയുടെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് സൺ ഓഫ് എ ബ്ലാക്ക് സ്മിത്ത് എന്നാണ്. അതിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന പേരെന്താണ് എന്ന് അദ്ദേഹം ഭാവനയിലൂടെ കടന്നു പോകുന്നു. ആ സ്കൂളിൽ പഠിച്ച ആ കുട്ടിയുടെ പേര് അനന്തൻ എന്ന് അദ്ദേഹം ഊഹിക്കുന്നു. അനന്തൻ അതിപ്രതിഭാശാലിയായിരുന്നു. അന്നത്തെ ജാതിയുടെയും സാമൂഹ്യമായ മാറ്റിനിർത്തലിൻ്റെയും ഒക്കെ ഇടയിലൂടെ ഇലക്ട്രോ മാഗ്നറ്റിസത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിയായി അനന്തൻ മാറുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് വിജ്ഞാനത്തിൻ്റെ അത്തരം മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന ചില പ്രതിസന്ധികളും ദുരന്തങ്ങളുമുണ്ട്. ആ പ്രതിസന്ധികൾ ദുരന്തമായി മാറുന്ന വളരെ സങ്കടകരമായ ഒരു അനുഭവത്തെയാണ് തരിപ്പ് എന്ന നോവൽ നമ്മോട് പറയുന്നത്. ഈ നോവൽ സാഹിത്യ ഭംഗി കൊണ്ട് നമ്മെ അധികം ആകർഷിക്കണം എന്നില്ല. പക്ഷേ ചരിത്രത്തെയും ഭാവനയെയും വളരെ സമഞ്ജസമായി വിളക്കിച്ചേർക്കുന്ന ഒരു ക്രാഫ്റ്റ് ഇതിൽ നമുക്ക് കാണാം. ഇതിലെ ചരിത്രവും അനന്തൻ എന്ന കഥാപാത്രത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും നമ്മെ തീർച്ചയായും ആകർഷിക്കും. ശാസ്ത്രജ്ഞനും പണ്ഡിതനുമായ അച്യുത് ശങ്കർ എഴുതിയ ഒരു നോവൽ എന്ന കൗതുകമല്ല തരിപ്പിൻ്റെ സവിശേഷതയും മേന്മയും. നോവൽ അതിൻ്റെ ഉള്ളടക്കം കൊണ്ട്, അതിൻ്റെ അവതരണം കൊണ്ട് തീർത്തും ശ്രദ്ധേയമാണ്. കൂടുതൽ വായനക്കാരിലേക്ക് എത്തേണ്ടുന്ന ഒരു നോവലാണ് തരിപ്പ്. അതുകൊണ്ട് തന്നെ ഈ നോവൽ വായനക്കാരുടെ സമക്ഷം അവതരിപ്പിക്കുന്നതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്.